പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. അനുവിന്റെയും ഭർത്താവ് നിഖിലിന്റെയും പിതാവ് ബിജു പി ജോർജിന്റെയും മൃതദേഹങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അനുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹം ഇതിനുശേഷം നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പിതാവ് ഈപ്പൻ മത്തായിയുടെയും മൃതദേഹം നിഖിലിന്റെ വീട്ടിൽ കൊണ്ടുവരും. അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 4 പേരുടെ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എടുക്കും. നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസന്മാരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന് നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ മിശിഹാനം ബ്രാനെ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പുച്ചടി പോലെ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായ്ക്കായി നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മായ്ക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയാൽ ആദാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അവന് തന്റെ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരിച്ചവരെ അനുകൂലമാക്കുന്നവനും കബറടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുമായ കർത്താവേ, നീ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ നിന്റെ ദാസരുടെ ആത്മാക്കളെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് നിന്നെ കുറിച്ചുള്ള പ്രത്യാശ നിദ്ര പ്രാപിച്ച സകല വിശ്വാസികളോടുകൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഈ ദാസരെ വസിപ്പിക്കണമേ. ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. ഞങ്ങൾ എല്ലാവരുടെ മേൽ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരം. അത്യന്തം ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ അനുവിൻ്റെ അമ്മയുടെ അവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരേ സമയം സ്വന്തം ഭർത്താവിനെയും മകനെ പോലെ സ്നേഹിച്ച മരുമകനെയും നഷ്ടമായിരിക്കുകയാണ് ആ അമ്മയ്ക്ക്. ആ കാഴ്ചകൾ നമുക്കൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒരു